ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയ്ക്ക് TV പ്രദർശനത്തിന് അനുമതിയില്ല. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾക്ക് ഇനി ചെയ്യില്ലെന്നും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും നിർമ്മാതാവ് ഫരീദ് മുഹമ്മദ് പറയുന്നു. ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ഒരാളും സിനിമ എടുക്കില്ല. പക്ഷെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും. പിന്നെ ഈ പറയുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ മാർക്കോ സിനിമയുടെ ടാഗ് ലൈൻ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്നുള്ള ടാഗ് ലൈൻ കൊടുത്തതിന്റെ കാരണം തന്നെ നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളൊരു മാനദണ്ഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ വളരെ കൃത്യമായി നമ്മൾ ഇത് ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നത്. കാരണം എന്താണോ സിനിമയിൽ കാണിച്ചത് അത് കറക്റ്റായിട്ട് തന്നെ ആൾക്കാരിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം സിനിമയിലേക്ക് എത്താൻ. അതിന് ഫലമായിട്ട് തന്നെയാണ് സിനിമയുടെ സെൻസറിൽ A സർട്ടിഫൈഡ് മൂവി ആയിട്ട് ഈ സിനിമ വന്നതും നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ഇറക്കിയത്. പിന്നെ 18 വയസ്സിന് താഴെയുള്ളവർ ഈ സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി A സർട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ പോസ്റ്റേഴ്സിലും ഇവൻ എല്ലായിടത്തും അത് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നല്ല, നമ്മൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. ഒരു A സർട്ടിഫൈഡ് മൂവിയാണെന്നും മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നും. അപ്പോൾ അത് സിനിമ ഈ പറഞ്ഞ സിനിമയിലുള്ള വയലൻസ് ആൾക്കാരിലേക്ക് ഇപ്പോൾ കുട്ടികൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സിനിമ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം സിനിമയായിട്ട് തന്നെ കാണേണ്ടി വരും എന്നുള്ളത് നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും സിനിമയെ റിയാലിറ്റി ആക്കാൻ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വരുമ്പോൾ തന്നെ ആ ഒരു കോമൺ